മാവേലിക്കര നിയോജക മണ്ഡലം നവകേരള സദസ്സ് ഒരുക്കങ്ങൾ പൂർത്തിയായതായി എം.എസ്. അരുൺകുമാർ എം.എൽ.എ. വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മാവേലിക്കര ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്താണ് സമ്മേളനം നടക്കുന്നത്. മാവേലിക്കര നിയോജക മണ്ഡലം നവകേരള സദസ്സിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി എം.എസ്. അരുൺകുമാർ എം.എൽ.എ. വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. എല്ലാ പഞ്ചായത്തുകളിലും പഞ്ചായത്ത് സംഘാടക സമിതികളും 190 ബൂത്തുകൾ ബൂത്തടിസ്ഥാനത്തിൽ തന്നെ പഞ്ചായത്ത് ബൂത്തടിസ്ഥാനത്തിൽ തന്നെ ബൂത്ത് സംഘാടക സമിതികൾ 2000 വീട്ടുമുറ്റ സദസ്സുകൾ സംഘടിപ്പിച്ചു. ഇതിൻ്റെയൊക്കെ ഭാഗമായി 25,000-ലധികം വരുന്ന മാവേലിക്കര മണ്ഡലത്തിലെ ജനങ്ങൾ കാലക്ഷേത്രത്തിൽ പങ്കെടുക്കുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ആ നിലയിലുള്ള പ്രവർത്തനം ചിട്ടയോടെ ചെയ്യാൻ ഈ ഡിസംബർ മാസം 16-ാം തീയതി ഉച്ചയ്ക്ക് 2 മണിക്കാണ് മുഖ്യമന്ത്രി ഉൾപ്പെടെ മന്ത്രിസഭ സ്റ്റേജിൽ 10,000 പേർക്ക് ഇരിക്കാൻ കഴിയുന്ന സ്റ്റേജിലെ പ്രവർത്തനങ്ങളെല്ലാം പൂർത്തീകരിച്ചു. പരാതി സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് 25 കൗണ്ടറുകൾ സെറ്റ് ചെയ്യാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഭിന്നശേഷി പാർട്ടികളുടെ സ്ത്രീകൾക്ക് മുതിർന്ന പൗരന്മാർക്ക് ഇതിൻ്റെ ഭാഗമായി സജ്ജമാക്കി അതിനാവശ്യമായ എല്ലാ തരത്തിലുള്ള ഒരുക്കങ്ങളും പൂർത്തീകരിച്ചിട്ടുണ്ട് എന്നുള്ളത് സൂചിപ്പിക്കുകയാണ്. ഡിസംബർ 16 ഉച്ചയ്ക്ക് 2 മണിക്ക് മുഖ്യമന്ത്രിയും 20 മന്ത്രിമാരും പങ്കെടുക്കുന്ന നവകേരള സദസ്സ് മാവേലിക്കരയിൽ നടക്കും. മാവേലിക്കര ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്താണ് സമ്മേളനം നടക്കുക. 16 രാവിലെ 11 മണിക്ക് നാടൻപാട്ട് അരങ്ങേറും. മാവേലിക്കരയുടെ സമഗ്ര വികസനത്തിന് ഉതകുന്ന ചർച്ചകളും തീരുമാനങ്ങളും നവകേരള സദസ്സിൽ ഉണ്ടാകുമെന്ന് എം.എൽ.എ. അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ മാവേലിക്കര തഹസീൽദാർ ഡി.സി. ദിലീപ് കുമാർ, ജനറൽ കൺവീനർ ഡി. സാജൻ, ജോയിന്റ് കൺവീനർ അനീഷ് ബി എന്നിവരും പങ്കെടുത്തു. CDNet ന്യൂസ് മാവേലിക്കര.